ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ആധാർ കാർഡ് എപ്പോഴും നിർബന്ധിതമാക്കും എല്ലാ കാര്യങ്ങളിലും. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം. എന്നാൽ ആധാർ കാർഡ് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് മാത്രമല്ല, അത് സ്വകാര്യമായ കാര്യങ്ങൾ കൂടി വിളംബരം ചെയ്യുന്നു, വ്യക്തിഗത സ്വകാര്യതകളെ വിളംബരം ചെയ്യുന്നു എന്ന ആക്ഷേപം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആധാർ കാർഡ് അങ്ങനെ നിർബന്ധിതമാക്കാനാവില്ല എന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി പറയുകയും ചെയ്തതിന് ശേഷവും കേന്ദ്ര പെൻഷൻകാരുടെ കാര്യം പരിശോധിക്കുക. ആധാർ കാർഡും കേന്ദ്ര പെൻഷൻ ഓർഡറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ വീണ്ടും ഇറക്കിയിരിക്കുന്നു. കോടതിയിൽ പോയാൽ സുപ്രീം കോടതി ഈ ഉത്തരവിനെ അസാധുവാക്കും മുൻകാലഘട്ടങ്ങളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന് നമ്മൾ ഏതായാലും ആധാർ കാർഡ് കേന്ദ്ര പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി തീരുന്നു. പെൻഷൻ ലഭിക്കണമെങ്കിൽ അടുത്ത വരുന്ന നവംബറിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ പോലും ഈ കാര്യത്തിൽ കേന്ദ്ര പെൻഷൻകാർക്ക് ആധാർ കാർഡുമായി അതിനെ പെൻഷൻ ഓർഡറിനെ ബന്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള മനോരമ അതിൻ്റെ 1-ാം പേജ് വാർത്തയിൽ നിരീക്ഷിക്കുന്നത്. പെൻഷനും ആധാർ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത് മലയാള മനോരമയുടെ 1-ാം പുറത്തിലൂടെ. കേന്ദ്ര പെൻഷൻകാർ ബാങ്കിൽ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്യണം. പെൻഷൻ വിതരണം സുഗമമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സർവീസിലെ എല്ലാ പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും ബാങ്കുകളിൽ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം. കേന്ദ്ര പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് മന്ത്രാലയത്തിൻ്റേതാണ് ഉത്തരവ്. ആധാർ നമ്പരും പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പരും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുന്നത് വഴി പണം യഥാർത്ഥ അവകാശിക്ക് ലഭിച്ചു എന്ന് ബാങ്കുകൾക്ക് ഉറപ്പാക്കാനാകും എന്നാണ് ഈ ഉത്തരവ് പറയുന്നത്. ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഇതിനു മുമ്പുള്ള ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ച് പോലും ആധാർ കാർഡ് നിർബന്ധമാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഓർഡറിൻ്റെ ആയുസ് എത്ര നാളുണ്ട് എന്ന് കണ്ടറിയണം. ഏതായാലും കേന്ദ്ര സർക്കാരിലെ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമൊക്കെ ആധാർ കാർഡ് അനിവാര്യമാകുന്ന ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് മനോരമ 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കി നമുക്ക് എത്തിച്ചു തരുന്നത്. ഹർത്താലുകളുടെ കാര്യത്തിൽ ധാരാളിത്തമുള്ള ഒരു ജനതയാണ് മലയാളി. സംശയമേയില്ല. ഹർത്താൽ ആചരിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. അവകാശബോധമുള്ള ജനത ഹർത്താലിനെ സമരരൂപമാക്കുകയും ആ സമരത്തെ തന്നെ ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. നാളെ ഒരു ഹർത്താലുണ്ട്. നാളെ ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. അതാണിപ്പോഴുള്ള മാമൂൽ. ഏതായാലും 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെ ചേർത്ത് വെച്ചാണ് നാളെ ഹർത്താൽ ആചരിക്കുന്നത്. ഒന്ന്, കർഷകദ്രോഹം. കേന്ദ്ര സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടി റബ്ബർ ഉൽപ്പാദനവുമായും റബ്ബറിൻ്റെ വില നിർണ്ണയവുമായി ബന്ധിപ്പിച്ച് അതിനകത്ത് ഇടതുപക്ഷം ആഹ്വാനം ചെയ്ത ഹർത്താലുണ്ട് നാളെ. അതുമാതിരി തന്നെ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളണം. അത് മത്സ്യബന്ധന മേഖലയുടെ സംയുക്ത സമരസമിതിയുടെ ആഹ്വാനമാണ്. മൂന്നാമത്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കുത്തനെ കൂട്ടിയതിനെതിരെ മോട്ടോർ തൊഴിലാളികൾ, സംയുക്ത മോട്ടോർ തൊഴിലാളികളുടെ ഹർത്താൽ. അങ്ങനെ 3 ഘടകങ്ങൾ മുൻനിർത്തിയാണ് നാളെ ഹർത്താൽ. മോട്ടോർ തൊഴിലാളികൾ രംഗത്ത് വന്ന് ഹർത്താൽ നടത്തുന്നത് കൊണ്ട് നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നടക്കുന്ന ഹർത്താലിൽ മോട്ടോർ വാഹനങ്ങൾ തെരുവിലിറങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതാണ് ആ ഹർത്താലിൻ്റെ പ്രത്യേകത. നാളെ 6 മുതൽ 6 വരെ ഹർത്താൽ. മലയാള മനോരമ 1-ാം പേജിലെ വാർത്ത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോട്ടോർ തീരദേശ സംഘടനകൾ ചേർന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. മോട്ടോർ വാഹനങ്ങൾ രംഗത്തിറങ്ങാൻ സാധ്യതയില്ലാത്ത സമ്പൂർണ്ണ ഹർത്താലായിരിക്കും നാളെ എന്നർത്ഥം. കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ വാർത്താവിഭവമായി നിന്നത് PC ജോർജാണ്. പ്രധാനമായും 2-ാം സ്ഥാനം KM മാണിക്ക് അവകാശപ്പെട്ടതാണ്. ഇരുവർക്കുമിടയിൽ ഏതെങ്കിലും ഒരു പാലമുണ്ടാക്കാൻ കഴിയുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് ഇന്നലെ നിരാശനായി ഉറക്കറയിലേക്ക് പോയ ഉമ്മൻചാണ്ടിയാണ് 3-ാമത്തെ വാർത്താതാരം. അവർ തമ്മിലുള്ള കടിപിടിയുടെ വാർത്തയാണ് പത്രലോകം നമുക്ക് ഇന്ന് തരുന്ന. അത്രമാത്രം ആശാവഹമൊന്നുമല്ലാത്ത, ഒരുപക്ഷെ ആവർത്തന വിരസത നൽകുന്ന പ്രതിസന്ധി വാർത്ത കാണുക. മാതൃഭൂമി അത് ലീഡാക്കിയിരിക്കുന്നു, മറ്റ് നിവൃത്തിയൊന്നുമില്ലല്ലോ.
ചർച്ചകൾ വിഫലം, ജോർജിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല. അതുകൊണ്ട് ആ പ്രശ്നം മന്ത്രിയെ UDF-നെ സംബന്ധിച്ച് കീറാമുട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ് വാർത്ത. ജോർജ് മാണി പ്രശ്നം പരിഹരിക്കാനുള്ള ബന്ധിത സമയം പെസഹ വ്യാഴാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് കുരിശേറ്റൽ കഴിഞ്ഞ് കുരിശു മരണം കഴിഞ്ഞ് എന്തിന് ഉയിർപ്പും കഴിഞ്ഞു, ഒന്നും നടന്നില്ല. പിന്നെ തിങ്കളാഴ്ചയാണ് അത് പറയാൻ പോകുന്നത് എന്ന് മുഖ്യൻ പറയുകയും അത് ഇന്നലെയായിരുന്നു. അതിന്നലെ കഴിയുമ്പോഴും ഒന്നും സംഭവിച്ചില്ല. വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുന്നു. മാണിയുടെ തിരുനക്കര ഒരു വശത്ത്, PC ജോർജിൻ്റെ തിരുനക്കര മറുവശത്ത്. ഇവയ്ക്കിടയിൽ പാലം പണിയാൻ കഴിയാത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്സഹായത മൂന്നാം സ്ഥാനത്ത്. ചർച്ചകൾ വിഫലമായിരിക്കുന്നു. കീറാമുട്ടിയായി ഈ പ്രശ്നം തുടരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി തരുന്നത് ഇങ്ങനെ: PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിന്മേൽ തീരുമാനമായില്ല. ഒരു പകൽ നീണ്ട ചർച്ചയ്ക്കൊടുവിലും ജോർജ് പ്രശ്നം UDF-നെ കീറാമുട്ടിയായി നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച തീരുമാനമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അവസാനം പറഞ്ഞത്. അവസാനം ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സാഹചര്യപരമായ ഘടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നും തീരുമാനമുണ്ടാകാൻ ഇടയില്ല എന്ന് മാത്രമല്ല, ഈ അനിശ്ചിതത്വം ദിവസങ്ങളോളം നീണ്ടു നിൽക്കാനാണ് സ്വാഭാവികഗതിയിൽ. മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സാധ്യത അതിന് തന്നെയാണ്. രണ്ടുപേരും ഉറച്ച നിലപാടിലാണ്. ഒരുപക്ഷെ തീരുമാനം മാറി മാറി പോകുന്നത് വഴി, എടുക്കാതിരിക്കുന്നത് വഴി തന്ത്രപരമായി PC ജോർജ് ജയിക്കുന്നു എന്ന ഒരവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാണി പരാജയത്തിലേക്ക് പോകുന്നത് പിന്നാക്കം പോകാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് ചർച്ചകൾ കാണിക്കുന്നത്. ഇന്നലെ ഒരു പകൽ മുഴുവൻ കൂട്ടിയും കിഴിച്ചുമാണ് മുന്നണി കഴിഞ്ഞത്. മാതൃഭൂമി ആ വാർത്തയും കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രമടക്കമുള്ള വാർത്തയിൽ ഒന്നാം പേജിൽ തരുന്നു, കാണുക. അനീഷ് ജേക്കബാണ് എഴുതുന്നത്. പീഠാനുഭവ ആഴ്ചയുടെ ഇടവേള ശേഷവും PC ജോർജ് പ്രശ്നം UDF-ന് പീഡാസഹനമായി തുടരുന്നു. ഒരു പകൽ നീണ്ട കൂട്ടലും കിഴിക്കലും നടത്തിയിട്ടും സമവായ സാധ്യത നോക്കിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ചർച്ചകൾക്ക് വിരാമം. ചർച്ച ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. തിങ്കളാഴ്ച പുലരും മുമ്പ് തന്നെ KM മാണിയും PC ജോർജും ചർച്ചയ്ക്ക് ഉപാധി വെച്ചിരുന്നു. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മുന്നണി ഏകോപന സമിതിയിലെ പാർട്ടി പ്രതിനിധി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന പാർട്ടിയുടെ തീരുമാനം ആദ്യം നടക്കട്ടെ എന്നായിരുന്നു മാണിയുടെ നിലപാട്. എന്നാൽ പുതിയ പാർട്ടി രൂപവത്കരിക്കാൻ തന്നെ അനുവദിക്കണമെന്നായിരുന്നു ജോർജിൻ്റെ വാദം. അതായത് കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കട്ടെ, ആദ്യം താൻ മുന്നണിയോടൊപ്പം നിൽക്കാം, ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കില്ല, അല്ലെങ്കിൽ പുറത്താക്കട്ടെ. ജോർജ് നിലപാടിൽ ഉറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കുന്ന രാജിക്കത്തുമായി അത് പോക്കറ്റിലിട്ട് നടന്നിരുന്ന PC ജോർജ് അത് കീറിക്കളയുകയും ഇനി രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അത് പുതിയ പ്രതിസന്ധി, കീറാമുട്ടിയായി മാറിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തെ, UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് UDF-ൻ്റെ ഇളകിയാട്ടമാണ് എന്ന നിരീക്ഷണമാണ് കൗതുകകരമായി ദേശാഭിമാനി പുലർത്തുന്നത്. ഇളകിയാടുക എന്ന് പറഞ്ഞാൽ, മുന്നണി ഇളകിയാടുന്നു എന്ന് പറഞ്ഞാൽ കേവലം 2-3 ആളുകളുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന മുന്നണി ഭരണം ഇളകിയാടുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ ജിഹ്വായ ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. ജോർജ് പണി തുടങ്ങി, UDF ഇളകിയാടുന്നു, ജീർണം മലിനം, അതാണ് അവസ്ഥ. അങ്ങനെ തന്നെയാണ് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകിയിരിക്കുന്നത്. 2 വാക്കുകൾ: മുന്നണി ജീർണം, മുന്നണി മലിനം. സരിതയുടെ മുക്കിയ മൊഴിയിലെ 2 പേജ് പുറത്ത്. ഖണ്ഡശയായാണ് സരിത തിരനോട്ടം നടത്തുന്നത്. ജോസ് കെ മാണി MP സരിതയെ ശാരീരികമായി ഉപയോഗിക്കുക മാത്രമാണ് സരിതയെ സംബന്ധിച്ചോളം UDF നേതാക്കളിൽ നിന്ന് ലഭിച്ച അനുഭവം. ആ വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ തരുന്നത്. രഹസ്യമൊഴി പുറത്തുവിട്ടത് ചാനലുകളിലൂടെ. സരിതയുടെ രഹസ്യമൊഴി. മാരത്തൺ ചർച്ച പൊളിഞ്ഞു, വെല്ലുവിളിച്ച് ജോർജ്. ചൊവ്വാഴ്ച പരിഹാരമെന്ന് ഉമ്മൻചാണ്ടിയുടെ നിസ്സഹായമായ പ്രതീക്ഷ. M രഘുനാഥ് ആ വാർത്ത തരുന്നത് കാണുക. UDF രാഷ്ട്രീയത്തെ കൂടുതൽ മലിനവും ജീർണവുമാക്കി സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സരിത S നായരുടെ രഹസ്യമൊഴി പുറത്തു വന്നു. പത്തനംതിട്ട ജയിൽ വെച്ച് സരിത എഴുതുകയും ഭരണസ്വാധീനം ഉപയോഗിച്ച് മുക്കുകയും ചെയ്ത 23 പേജുള്ള മൊഴിയിലെ 2 പേജുകളാണ് പുറത്തു വന്നത്. KM മാണിയുടെ മകൻ ജോസ് കെ മാണി MP തന്നെ ശാരീരികമായി ഉപയോഗിച്ചു എന്നതാണ് ഈ പേജുകളിലെ പ്രധാന പരാമർശം.
ജോസ് കെ മാണി ടെലിഫോണിലൂടെ മണിക്കൂറുകളോളം അശ്ലീല സംഭാഷണം നടത്തിയെന്നും ഇതിലുണ്ട്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട KM മാണി PC ജോർജ് തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പൊളിഞ്ഞ് പ്രശ്നം അങ്ങേയറ്റം വഷളായതിനിടെയാണ് നാടകീയമായി സരിതയുടെ കത്തിലെ 2 പേജ് ദൃശ്യമാധ്യമങ്ങൾ പുറത്ത് വിട്ടത്. 23 പേജ് കത്തുണ്ട് എന്നാണ് ഇപ്പോഴും ദേശാഭിമാനി പറയുന്നത്, നിരീക്ഷിക്കുന്നത്. അതിൽ 2 പേജാണ് കണ്ടശയായി പുറത്തു വരാനിരിക്കെ 2 പേജുകൾ ഇന്നലെ പുറത്തേക്ക് വന്നു. ഈ കത്ത് മലയാളികൾ ഇനിയും കണ്ടിട്ടില്ലാത്ത 1000 ചോദ്യങ്ങളുടെ 1000 ഉത്തരങ്ങൾ നൽകാൻ സാധ്യതയുള്ള ജിജ്ഞാസയുടെ മുൾമുനമ്പിൽ മലയാളിയെ ഇപ്പോഴും നിലനിർത്താനിടയുള്ള കത്ത് കണ്ട 2 UDF നേതാക്കളുണ്ട്. അവർ തന്നെ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഒന്ന് ബാലകൃഷ്ണപിള്ള, അദ്ദേഹം പറഞ്ഞു താനത് കണ്ടിട്ടുണ്ട്, പക്ഷേ തൻ്റെ മാന്യതയുടെ പശ്ചാത്തലത്തിൽ അത് പുറത്തേക്ക് താൻ പറയില്ല എന്ന നിലയ്ക്കാണ് അദ്ദേഹം നിലപാടെടുത്തത്. അതാദ്യമേ എടുത്ത നിലപാടാണ്. പിന്നീട് ആ കത്ത് കണ്ട് ബോധക്ഷയത്തിൻ്റെ വക്കുവരെ എത്തിയയാൾ അത് PC ജോർജാണ്. 2 പേർ കത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് പുറത്ത് വിട്ടത്? ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളാണോ, ഇനി മൂന്നാമതൊരാളാണോ? ഏതായാലും കത്ത് പുറത്തു വിടുമ്പോൾ ചകിതമാകുന്നത്, ചഞ്ചലിക്കുന്നത്, ജീർണ മലിന വികാരങ്ങളുടെ മൂർത്തിമദ്ഭാവമാകുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെയാണ്. KM മാണിയുടെ മകനാണ് അമ്പ് കൊള്ളുന്നതെങ്കിലും പിടയുന്നത് ഉമ്മൻചാണ്ടിയാണ്. കാരണം ഉമ്മൻചാണ്ടി പിടയുന്നത് കാണാത്ത 21 പേജുകളെക്കുറിച്ചാണ്. ആ അർത്ഥത്തിൽ ഈ കത്ത് ഒരിക്കൽ സരിത തന്നെ പറഞ്ഞതുമാതിരി താൻ വിചാരിച്ചാൽ മന്ത്രിസഭയെ മറിക്കാനാകും എന്ന് 1,05,00,000 രൂപ ആരിൽ നിന്നാണോ സരിത കൈപ്പറ്റിയത്, ആ കൈപ്പറ്റിയ ആളോട് TK മാത്യുവിനോട് പറയുകയുണ്ടായി സരിത, തനിക്കറിയാമോ ഞാൻ വിചാരിച്ചാൽ മന്ത്രിസഭ മറിയും. സരിത വിചാരിക്കേണ്ട, സരിതയുടെ പഴയ ഒരു കത്തിൻ്റെ 1.5 പേജോ 2 പേജോ 2.5 പേജോ കണ്ടാൽ മതി മന്ത്രിസഭ ഇളകിയാടുന്നു എന്ന് തന്നെയാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. നേരിട്ട് വന്ന് സരിതയൊന്നും പറയേണ്ട, പണ്ടെഴുതിയ കത്തിൻ്റെ 1 മുറി കത്ത് മതി മന്ത്രിസഭ ഇളകിയാടാൻ. ഏതായാലും പ്രതിസന്ധികൾ മൂർച്ഛിക്കുന്നു UDFിൽ എന്നാണ് സരിത പോകുന്ന വഞ്ചിക്ക് ഒരു ഉന്ത് തൻ്റെ പഴയ കത്ത് വഴി നൽകുകയും ചെയ്തിരിക്കുന്നു. KM മാണിയുടെ പുത്രൻ ജോസ് കെ മാണി ഇതിനെ നേരിടുന്നതെങ്ങനെ? ദേശാഭിമാനി ഉചിത ഭംഗിയോടെ ആ വാർത്തയും 1-ാം പേജിൽ തന്നിട്ടുണ്ട്, കാണുക. രാഷ്ട്രീയ ജീവിതം തുറന്ന പുസ്തകം എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഒരു തുറന്ന പുസ്തകമൊക്കെ എന്നൊക്കെ എഴുതാൻ, അങ്ങനെ പറയാനും വേണ്ടിയ രാഷ്ട്രീയ പാരമ്പര്യം ജോസ് കെ മാണിക്കുണ്ടോ എന്നെന്നാരും ചോദിക്കരുത്. ജോസ് കെ മാണിയുടെ ചിത്രമടക്കമാണ് ആ വാർത്ത. തൻ്റെ രാഷ്ട്രീയ ജീവിതം തുറന്ന പുസ്തകമെന്ന് ജോസ് കെ മാണി MP. ആരോപണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം വേണം, പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും ജോസ് കെ മാണി അറിയിച്ചു. പരാതി നൽകിയാൽ ആ പരാതി തന്നെ ഇപ്പോഴുള്ള സ്ത്രീ ശാക്തീകരണ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് തന്നെ FIR ഇടാൻ ബാധ്യസ്ഥമാകും പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെടുന്നത് മാതിരി. ഇനി പരാതി നൽകുമെന്ന് പറഞ്ഞതല്ലാതെ പരാതി നൽകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാര്യം അത് ഒരു പാണ്ടറാസ് ബോക്സ് തുറക്കുന്നത് പോലെയാണ്, ഒരു ഭൂതത്താൻ പെട്ടി തുറക്കുന്നത് പോലെയാണ്. പരാതിക്കാരൻ തന്നെ കുടുങ്ങാൻ ഇടയുള്ള കാര്യവുമാണ്. അതുകൊണ്ട് പരാതി നൽകും എന്ന് പറയുന്നതല്ലാതെ പരാതി നൽകും എന്ന് ഉറപ്പിക്കാനാവില്ല. ബിജു രമേശിനെതിരെ കേസെടുക്കും എന്ന് പറഞ്ഞ് 5 മാസമാണ് മാണി സാർ കാലയാപനം നടത്തിയത്. അതുപോലെ ജോസ് കെ മാണിയും ഒരു 5 മാസത്തിന് ശേഷം എന്തെങ്കിലും ചെയ്തേക്കാം. ഉടനടി പരാതി നൽകും എന്ന് കരുതാൻ ന്യായമില്ല എന്നതാണ് സത്യം. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പരാതി നൽകും, അതിന്ന് തന്നെ. KPCC നേതൃയോഗമായിരുന്നു ഇന്നലെ. ആ നേതൃയോഗത്തിൻ്റെ തുറസിൽ വെച്ച് 2 നേതാക്കൾ ഏറ്റുമുട്ടി. KPCC വൈസ് പ്രസിഡന്റ് സതീശനും അതുപോലെ KPCC ഭാരവാഹിയായ MM ഹസനുമാണ് ഏറ്റുമുട്ടിയത്. ആ വാർത്ത കൗതുക സ്വഭാവത്തോടെ വാർത്തയും വീക്ഷണവും പേജിൽ ഇന്ന് മാതൃഭൂമി തരുന്നു. ചുരുക്കത്തിൽ ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ KM മാണി സാർ 1 കോടി രൂപയിലേ വാങ്ങിയുള്ളൂ. ഇതിലധികം കോടികൾ വാങ്ങിയവർ 10 കോടിയല്ലേ കെ ബാബുവിനെതിരെ വന്നിരിക്കുന്ന ആരോപണം. വാങ്ങിയവർ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ എന്നാണ് MM ഹസൻ മൂക്കത്ത് വിരൽ വെച്ച് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് കുറവ് കൈക്കൂലി വാങ്ങിയവരെ രക്ഷിക്കുന്നതിന് എന്ത് അപകടമാണുള്ളത്? കൂടുതൽ വാങ്ങിയവർ നമ്മളല്ലേ എന്നാണ് MM ഹസൻ ചോദിച്ചിരിക്കുന്നത്. MM ഹസൻ്റെ ചോദ്യം
ആരുടെയൊക്കെ എവിടെയൊക്കെ ചെന്ന് തറയ്ക്കുന്നു. കോൺഗ്രസ് നേതൃയോഗത്തിൽ ഹസനും സതീശനും തമ്മിൽ വാക്പോര് എന്നാണ് മാതൃഭൂമി ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന ശീർഷകം. KPCC നേതൃയോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ MM ഹസനും VD സതീശനും തമ്മിൽ വാക്പോര്. എക്സിക്യൂട്ടീവിന് മുമ്പ് ചേർന്ന ഭാരവാഹികളുടെ യോഗത്തിലാണ് ഉപാധ്യക്ഷന്മാരായ ഇരുവരും തമ്മിൽ പോരാടിയത്. ഘടകകക്ഷി മന്ത്രിമാരുടെ അഴിമതി സംരക്ഷിക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല എന്നും അങ്ങനെ ചെയ്യുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് മുൻ നേതൃയോഗത്തിൽ എന്ന പോലെ സതീശൻ ഇന്നലെയും വർത്തമാനം പറഞ്ഞത്. അതിന് ഹസൻ പറഞ്ഞ മറുപടി കാണുക. മുന്നണി ഭരണമാകുമ്പോൾ ഘടകകക്ഷികളെ സംരക്ഷിക്കേണ്ടി വരും. സോളാർ പ്രശ്നവും മറ്റും ഉണ്ടായപ്പോൾ മറ്റു കക്ഷികൾ കോൺഗ്രസിനെ തുണച്ചിട്ടുണ്ട്. ഘടകകക്ഷികൾ നടത്തിയതിനേക്കാൾ എത്രയോ വലിയ അഴിമതി നടക്കുന്നുണ്ട്. ഘടകകക്ഷികൾ അതൊക്കെ പറഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് പറഞ്ഞാൽ, അഴിമതി വീരന്മാർ കാണൂ സതീശ, നമ്മുടെ പാർട്ടിയിലാണ് കൂടുതൽ. അതുകൊണ്ട് സംരക്ഷിക്കുന്നതാണ് തടി കഴിച്ചിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നാണ് ഹസൻ ഫലത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെ UDFിലെ ഘടകകക്ഷികൾ മത്സരിക്കുകയാണ് കൂടുതൽ അഴിമതി കാണിക്കുന്നവർ ആര് എന്ന കാര്യത്തിൽ. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് മംഗളം എന്ന പത്രത്തിൻ്റെ ലീഡ് കാണുക. വെല്ലുവിളിച്ച് ജോർജ്, വഴങ്ങാതെ മാണി. അതിനകത്ത് മാണി പറയുന്നത് ഇനി ചർച്ചയില്ല എന്ന് തന്നെയാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂ, അതല്ലാതെ കളിക്കാനാണ് ഭാവമെങ്കിൽ ഒരിഞ്ച് പിന്നോട്ട് പോകില്ല. ചിരിച്ചുകൊണ്ട് ജോർജ് നിൽക്കുന്ന പടം മംഗളം ഒന്നാം ലീഡ് വാർത്തയ്ക്കൊപ്പം തരുന്നു. ജോർജിനെ പുറത്താക്കില്ല, പുതിയ പാർട്ടി രൂപീകരിച്ച് UDFിൽ തുടരാൻ അനുവദിക്കില്ല. മാണിയുടെ ഉറച്ച നിലപാട് അതാണ്. മാണിയുടെ ചിത്രവും വാർത്തയ്ക്കൊപ്പം മംഗളം തന്നിരിക്കുന്നു. ജോർജിനെ പുറത്താക്കണം, ഇനി ചർച്ചയില്ല എന്ന് കേരള കോൺഗ്രസ് നേതൃയോഗം കൂടി ഇന്നലെ രാത്രി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാണി ശക്തനായാണ് ഈ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ ഇന്ന് കാണാൻ പോകുന്നത്. PC ജോർജിനെ സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാതെ UDF നേതൃത്വമായി സഹകരിക്കേണ്ടതെന്ന് ഇന്നലെ രാത്രി 10:30 തിരുവനന്തപുരത്ത് മന്ത്രി KM മാണിയുടെ വസതിയിൽ ചേർന്ന കേരള കോൺഗ്രസ് നേതൃയോഗം തീരുമാനിച്ചു. ജോർജിനെ പുറത്താക്കാതെ ഇനി ഒരു ചർച്ച വേണ്ടെന്നാണ് പാർട്ടിയുടെ നിലപാട്. അസന്നിഗ്ധമാണ് ആ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രശ്നം വഷളാകാനാണ് സാധ്യത. ഇന്നും ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ ഇടയില്ല. ഇതിനിടെ അവധിക്ക് പോയ ഒരു ദേശീയ നേതാവുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ AICCയുടെ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വാർത്ത വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന എല്ലാ വാർത്തകളും കോമാളിത്തം നിറഞ്ഞ ഒരു അപഹാസ്യതയായി മാറിയിരിക്കുന്നു. ഈയിടെ അദ്ദേഹത്തിൻ്റെ അവധി വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റെൻഡിങ് ലീവ്, അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു കളി ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ അവധി നീട്ടി, AICC സമ്മേളനവും മാറ്റി. ഓരോ തവണയും രാഹുൽ അവധി നീട്ടുമ്പോൾ അവധി അവസാനിക്കുന്ന ദിവസം AICC സമ്മേളനം വെച്ച് കളിക്കും കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കാൻ കോൺഗ്രസ് ഇങ്ങനെ കാത്ത് ചുവപ്പ് പരവതാനി വിരിച്ച് ഇരിക്കുകയാണ്. പക്ഷേ എവിടെ രാഹുൽ ഗാന്ധി എന്ന ഞങ്ങളുടെ നേതാവ്? ഒരു ഘട്ടത്തിൽ കേട്ടു അദ്ദേഹം യൂറോപ്പിലെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ്, ബുദ്ധവിഹാരത്തിലാണ്, ധ്യാനത്തിലുമാണ്. പിന്നീട് കേട്ടു റംഗൂണിലാണ് അദ്ദേഹം, ബർമ്മയിലാണ്, അതും ബുദ്ധവിഹാരത്തിലാണ്, ധ്യാനത്തിലാണ്. ഈ ധ്യാനം എന്ന് കഴിയും ആർക്കും അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും അറിഞ്ഞുകൂടാ. വാർത്തയുടെ വിശദാംശങ്ങൾ മംഗളം തരുന്നത് ഇങ്ങനെ. KS ശരത് ലാലാണ് ദില്ലിയിൽ നിന്ന്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അവധി നീട്ടി. ഈ മാസം നടത്താനിരുന്ന AICC സമ്മേളനം സെപ്റ്റംബറിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഈ മാസം AICCയുടെ പ്രത്യേക സമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധിയെ പാർട്ടി അധ്യക്ഷനാക്കാൻ പദ്ധതിയിട്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ധ്യാനം കഴിഞ്ഞുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പദ്ധതി തയ്യാറാക്കുന്ന വേളയിലാണ് അദ്ദേഹം അവധി നീട്ടിയത്. ഏതായാലും യോഗം മാറ്റിവെച്ചിരിക്കുന്നത് സെപ്റ്റംബർ വരെയാണ്. ഇനി കുറേ നാൾ കൂടി രാഹുൽ ഗാന്ധിക്ക് അവധി നീട്ടി കളിക്കാം എന്ന് സാരം. ബാർക്കോഴയുമായി ബന്ധിപ്പിച്ച് VM സുധീരൻ കൈക്കൂലി കേസിൽ ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വലിയ ആദർശധീരനാണെങ്കിലും കൈക്കൂലിയുടെ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ആദർശം മദ്യത്തിൻ്റെ വിപണിയുമായി ബന്ധിപ്പിച്ച് മാത്രം അടങ്ങിപ്പോകുന്നു. അതിനപ്പുറം ഇതുമായി ബന്ധിപ്പിച്ച ഗൗരവതരമായ അഴിമതി ആക്ഷേപങ്ങൾ, കോടികൾ സ്യൂട്ട് കേസിലാക്കി മന്ദിരങ്ങളിൽ കൊടുത്തവർ തന്നെ സാക്ഷ്യം പറയുന്ന സാഹചര്യം വന്നിട്ടും VM സുധീരൻ എന്ന ആദർശധീരൻ കമ എന്നൊരക്ഷരം പത്രക്കാരോട് പറയുകയുണ്ടായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദർശ നാവ് പൊന്തിയപ്പോൾ മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ച് കള്ളി വെളിച്ചത്തായല്ലോ എന്ന് അമ്പരക്കുന്നു. മദ്യനയം മൂലം നഷ്ടമുണ്ടായവരുടെ ആരോപണങ്ങളിൽ മേൽ മന്ത്രിമാരെ മാറ്റാനാകില്ല. സുധീരൻ്റെ നിലപാട്, സുധീരൻ്റെ അല്ല,
ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ പിന്തുണച്ച് സുധീരൻ രംഗത്ത് വന്നിരിക്കുന്നു. ധനമന്ത്രിക്കെതിരായ അന്വേഷണം തികച്ചും സ്വതന്ത്രമായി വിജിലൻസ് പൂർത്തിയാക്കട്ടെ. UDF സർക്കാരിൻ്റെ മദ്യനയം മൂലം നഷ്ടം സംഭവിച്ച വ്യക്തി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ മന്ത്രിമാർ മാറി നിൽക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് KPCC നേതൃയോഗത്തിന് ശേഷം പ്രസിഡന്റ് VM സുധീരൻ വ്യക്തമാക്കി. സർക്കാരിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അങ്ങനെ ഒരു ആവശ്യത്തിന് പ്രസക്തിയില്ല. ഇതുവരെ മന്ത്രിമാർക്കെതിരെ അങ്ങനെ ഒരു തെളിവ് ഉയർന്നു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വല്ലാതെ മനസ്സിലാക്കി കളഞ്ഞിരിക്കുന്നു അദ്ദേഹം. ഏതായാലും ഈ കാര്യത്തിനകത്ത് ആദർശ നാവ് പൊന്തിയപ്പോൾ ആദർശ നാവിൻ്റെ അനാദർശ മഹിമയാണ് വെളിച്ചത്തായത്. കള്ളി വെളിച്ചത്താവുകയും ചെയ്തു. ഇദ്ദേഹത്തിനൊപ്പമാണ് പാവം പ്രതാപൻ MLA നിൽക്കുന്നത്. മിക്കവാറും MLAയുടെ കാര്യം പോക്കാണ്. അദ്ദേഹം വെള്ളത്തിലാകാനാണ് സാധ്യത. യമൻ കത്തുകയാണ്. ഇന്നലെ ആഭ്യന്തര യുദ്ധത്തിൽ 114 മരണങ്ങളാണ് പത്രലോകം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ രക്ഷാദൗത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത്? സംഘപരിവാര പത്രമായ ജന്മഭൂമി 1-ാം പേജിൽ ആ വാർത്ത നമുക്ക് തരുന്നു. യമൻ കത്തുന്നു, രക്ഷാദൗത്യം അന്തിമഘട്ടത്തിലേക്ക്, 25 രാജ്യങ്ങളിലെ പൗരന്മാരെയും രക്ഷിച്ചു എന്നാണ്. ഇന്ത്യ അത്തരം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ജന്മഭൂമി നിരീക്ഷിക്കുന്നത്. ദുരന്തഭൂമിയായി മാറിയ യമനിൽ നിന്ന് പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം അന്തിമഘട്ടത്തിലേക്ക്. ഇതിനകം 3500-ലധികം പേരെ രക്ഷപ്പെടുത്തിയ നാവിക വ്യോമസേനകൾ അവശേഷിക്കുന്ന ഭാരത പൗരന്മാരെ കൂടി യമനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. 23 ലോകരാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ കൂടി രക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആദ്യം 25 എന്നാണ് ശീർഷകത്തിൽ പറയുന്നത്. എങ്കിലും വാർത്തയുടെ വിശദാംശങ്ങളിൽ അത് 2 രാജ്യങ്ങൾ കുറച്ച് 23 ആക്കാനുള്ള സൗമനസ്യം ലേഖകൻ കാണിച്ചിരിക്കുന്നു. BJPക്ക് കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് മൊത്തം 19.5 ലക്ഷമാണ്. ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി ആ 19 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം പേര് കൂടി ചേർന്ന് 20.5 ലക്ഷം ആളുകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ചേർന്നു. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ്? ഈ ആളുകൾക്ക് സത്യത്തിലുള്ളവർ തന്നെയോ? വോട്ട് ചെയ്തവർ ഉള്ളവർ തന്നെയാണ്. പക്ഷേ മെമ്പർഷിപ്പ് കിട്ടിയവർ ഉള്ളവർ തന്നെയാണോ? അതിൻ്റെ ഉള്ളുകള്ളികൾ വെളിച്ചത്താക്കുന്ന ഒരു കൗതുകകരമായ വാർത്ത ഇന്ന് മാധ്യമം പൊതുവൃത്താന്തം പേജിൽ തന്നിരിക്കുന്നു. ഒറ്റ ടെലിഫോൺ മെസ്സേജിലൂടെ നമുക്ക് BJPയുടെ മെമ്പറാകാം. അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന കാപട്യങ്ങൾ എന്ത് കാണുക. ഗാന്ധിജി, അമിത്ഷാ, നരേന്ദ്രമോദി ഇവരെല്ലാം BJPക്ക് പുതിയ അംഗങ്ങളായി മാറിയിരിക്കുന്നു. ആ കളി കാണുക. മുസ്തഫയാണത് കൽപ്പറ്റയിൽ നിന്ന് തരുന്നത്. അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് കാലം കുറച്ചായെങ്കിലും ഇതുവരെ പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും കിട്ടിയിരുന്നില്ല. ഇന്നലെ മാത്രമാണ് 1094 51 84 05 എന്ന നമ്പറിൽ അംഗത്വം കിട്ടിയത്. സംശയ നിവാരണത്തിന് ഇതാ ഒരു എളുപ്പവഴി. മൊബൈൽ നമ്പറിൽ BJPയുടെ അംഗത്വ ക്യാമ്പയിൻ ടോൾ ഫ്രീ നമ്പറായ 1800 26 62 020 മിസ്ഡ് കോൾ ചെയ്തു. മറുതലയ്ക്കൽ ഒറ്റ ബെല്ലയടിക്കൂ. ഉടൻ തന്നെ മെസ്സേജ് വരും. നിങ്ങൾക്ക് BJPയിൽ പ്രാഥമിക അംഗത്വം ലഭിച്ചുവെന്നും വിലാസം അയച്ചു കൊടുക്കണമെന്നും. 0924249242 എന്ന നമ്പറിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കണം. വയനാട്ടിലൊരു വിദ്വാൻ ഇങ്ങനെയാണ് ഇന്നലെ അമിത്ഷായ്ക്ക് മേൽപ്പറഞ്ഞ നമ്പറിൽ അംഗത്വം സംഘടിപ്പിച്ചു കൊടുത്തത്. പേര് അമിത്ഷാ, വിലാസം ദേശീയ പ്രസിഡന്റ്, BJP ന്യൂഡൽഹി. ഇത്രമാത്രം. ദേശീയ പ്രസിഡന്റ് പാർട്ടി അംഗമായി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റിന് ഇത്തരത്തിൽ എത്ര തവണ വേണമെങ്കിലും സ്വന്തം പാർട്ടിയിൽ അംഗത്വം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നല്ല ബിരുദന്മാരാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ 10 20 അംഗങ്ങളെ ഈ നിലവാരത്തിൽ ചേർത്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ചേർത്താണ് 20.5 ലക്ഷം ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഈ വാർത്ത വായിച്ച് നാം ആലോചിച്ചു പോകും. തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു മാതൃഭൂമിയുടെ 1-ാം പുറത്ത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ കൂലി കൂടിയിരിക്കുന്നു. നല്ല വാർത്ത. തൊഴിലുറപ്പ് കൂലി കൂട്ടി കേരളത്തിൽ 229 രൂപ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനമായി. കേരളത്തിൽ ഏപ്രിൽ 1 മുതൽ 229 രൂപയാണ് ദിവസ വേതനം. ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹരിയാനയാണ് 251 രൂപ. നിക്കോബാറാണ് 2-ാം സ്ഥാനത്ത് നിന്ന് 241. 3-ാം സ്ഥാനത്ത് ചണ്ഡീഗഡ് 239. 4-ാം സ്ഥാനത്ത് കേരളവും. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് ഏപ്രിൽ 7.
ലോകാരോഗ്യ ദിനം കൂടിയാണ്. ലോകാരോഗ്യ ദിനത്തിൻ്റെ അന്ന് തന്നെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമായ ആഹാരത്തെ സംബന്ധിച്ച ഒരു ചിന്ത ഡോക്ടർ വി ജി പ്രദീപ് കുമാർ മാതൃഭൂമിയിലൂടെ നാമുമായി പങ്കുവയ്ക്കുന്നു. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7-ന് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തോട്ടത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഭക്ഷണങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ്. എന്ത് കഴിക്കണം ചോദിക്കുന്നു വി ജി പ്രദീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ ലേഖനം കാണുക. ഭക്ഷ്യ സുരക്ഷ, ഫുഡ് സെക്യൂരിറ്റിയെപ്പറ്റി പലപ്പോഴും നാം ചർച്ച ചെയ്യാറുണ്ടെങ്കിലും സുരക്ഷിതമായ ഭക്ഷണത്തെപ്പറ്റി, സേഫ് ഫുഡ്, കാര്യമായ ചർച്ചകൾ നടന്നു കാണുന്നില്ല. ലോകത്താകമാനം ഏകദേശം 200ഓളം രോഗങ്ങൾ അരക്ഷിതമായ ഭക്ഷണ രീതി കൊണ്ടും ഭക്ഷണ വസ്തുക്കൾ കൊണ്ടും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചിരിക്കുന്നത്. കേരള സമൂഹത്തിൻ്റെ ആഹാര രീതിയിൽ കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റങ്ങൾ അത്ഭുതകരമാണ്. അണുകുടുംബങ്ങളുടെ വർധന, ജോലി സംബന്ധിയായ തിരക്കുകൾ മൂലം പാചകത്തിന് സമയം ലഭിക്കാത്ത അവസ്ഥ, പാശ്ചാത്യ അറേബ്യൻ നാടുകളുടെ ജീവിതത്തിൽ നിന്നുള്ള സ്വാധീനം എന്നിവ മലയാളിയുടെ ആഹാര രീതികൾ മാറിയതിന് കാരണങ്ങളാണ്. വേണ്ട അളവിൽ സുരക്ഷിതവും പോഷകാഹാരം അടങ്ങിയതുമായ ഭക്ഷണം ലഭ്യമാക്കുക എന്നതാണ് അടിയന്തര കടമ. സുരക്ഷിതമായ ആഹാരം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് സർക്കാരിൻ്റെയും സ്വകാര്യ സംരംഭകരുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം ഒരുപോലെയാണ് എന്ന് IMA വൈസ് പ്രസിഡന്റ് കൂടിയായ ലേഖകൻ ഈ ലേഖനത്തിൽ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി 50 ദിനം പിന്നിട്ട് അതിൻ്റെ 2ാം ഘട്ട ഭരണത്തിലെത്തിക്കഴിഞ്ഞു. എന്നാൽ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും ജീവാത്മാവും പരമാത്മാവുമായ കേജ്രിവാളിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ കാർട്ടൂൺ കാണുക. കേജ്രിവാൾ പാർട്ടിയുടെ ഏക നേതാവായി ഉയരങ്ങൾ താണ്ടുകയാണ്. എന്നാൽ മറ്റ് സ്ഥാപക നേതാക്കളെ പുറത്താക്കി സ്വന്തം പാരച്യൂട്ട് തന്നെ തകർക്കുന്ന കേജ്രിവാളിൻ്റെ കാർട്ടൂൺ കേശവ് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. വേനലിൻ്റെ എരിപൊരി സഞ്ചാരമാണ് മലയാളിക്കിപ്പോൾ. ഒരു ദിവസം വേനൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുകയും ചെയ്തു. ആളുകൾ മാത്രമല്ല, പക്ഷികളും കേരളത്തിൽ വേനൽ വറുതിയിലാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരത്തെ ഒരു കാക്കക്കുളി ദൃശ്യമാണ്. കാക്കക്കാലിൻ്റെ തണൽ പോലും അനുവദിക്കാത്ത വേനൽ ചൂടിൽ ഒരു കുളത്തിൽ കുളിച്ച് തിമിർക്കുന്ന കാക്കക്കൂട്ടം ദൃശ്യം എസ് ഗോപകുമാർ പകർത്തി ഹിന്ദു നമുക്കിന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.